ഇപ്പം അവരെ കണക്കനുസരിച്ച് 40 സീറ്റ് മത്സരം നടക്കണം. LDF പറഞ്ഞ് 20 അവർക്കാണ്, UDF പറഞ്ഞ് അവർക്ക് 20 ഉറപ്പാണ്. ആകെ എത്രയും മത്സരം നടന്നിട്ടുള്ളൂ? 20 ഉള്ളു താൻ. എനിക്കിപ്പോൾ LDF ഇല്ല, UDF ഇല്ല, എനിക്കില്ല അമത വല വിമത. നമുക്കിപ്പോൾ ആര് വന്നാലും കോരന് കഞ്ഞി കുമ്പിളി തന്നെ, അത് വേറെ കാര്യം. ആര് വന്നാലും കോരന് കഞ്ഞി കുമ്പിളി തന്നെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്ക്. വെളുത്തുള്ളി തിന്ന കാലം മറന്നു. എത്ര വില? പെട്രോൾ വാങ്ങിക്കാൻ പറ്റും, പറ്റും. എല്ലാം കണക്കാണ്, എല്ലാം കണക്കാണ്. ഒന്ന് പോട്ടെ, അത് വേണ്ട, രാഷ്ട്രീയം വേണ്ടല്ലേ, അത് വിളിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രാഷ്ട്രീയക്കാരാക്കി അള്ളാഹു തരട്ടെ. ആമീൻ പറ. നല്ല രാഷ്ട്രീയക്കാരുണ്ട്. വെള്ളിയാഴ്ച ദിവസം തൻ്റെ പാർലമെൻറ്റിൻ്റെ വലതുഭാഗത്തുള്ള ഓഫീസിൽ വെള്ളിയാഴ്ച സന്ദർശകരുടെ തിരക്ക് കൂടിയിട്ട് അവസാനം വെള്ളിയാഴ്ച പള്ളിയിൽ ജുമയ്ക്ക് ബാങ്ക് വിളിച്ചപ്പോൾ ബാങ്ക് കേട്ടിട്ടൊരു മനുഷ്യൻ അന്നത്തെ MP കസേരയിൽ മുഖം വെച്ചിട്ട് പൊട്ടിക്കരഞ്ഞു. ആളുകൾ ചോദിച്ചു എന്താ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇന്നെൻ്റെ ആളുകളുടെ തിരക്ക് കാരണത്താൽ എന്നും ഞാൻ ഓതുന്ന സൂറത്തുൽ കഹ്ഫ് എനിക്കിന്ന് വെള്ളിയാഴ്ച ഓതാൻ പറ്റിയില്ലല്ലോ അള്ളാഹുവേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു മനുഷ്യനാണ് ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ്. അങ്ങനെയുള്ള ആളുകളൊക്കെ കഴിഞ്ഞുപോയി, അതൊക്കെ മരിച്ചുപോയി. ഇന്ന് പോട്ട്. അള്ളാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഉമർ നാട് ഭരിച്ചു, ഉമർ നാട് ഭരിച്ചു. ഇങ്ങോട്ട് നോക്കുമോനെ, ഞാൻ പറയണത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കഥയല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും പ്രചരണമൊക്കെ നടത്തി അവസാനം കൊട്ടിക്കലാശമൊക്കെ നടത്തി ആടിയും തിമിർത്തും ആടിത്തിമിർത്തും പാടിത്തിമിർത്തും ഒക്കെ നിന്നാൽ കിട്ടുന്ന സീറ്റ് പരമാവധി എത്ര വർഷം? ഈ സ്ഥാനാർത്ഥികൾ വീട് തോറും കയറി ഇറങ്ങി ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ബുദ്ധിമുട്ടി അവരവസാനം എങ്ങാനും ഒരാൾ ജയിച്ചാൽ കിട്ടുന്ന സീറ്റ് എത്രയേ ഉള്ളൂ പരമാവധി? 5 വർഷം. 5 വർഷം കഴിഞ്ഞാൽ അടുത്തയാൾക്ക് മാറി കൊടുക്കണം, ഇല്ലെങ്കിൽ വീണ്ടും മത്സരിക്കണം. ഞാൻ പറയുന്ന സീറ്റ് എന്നറിയോ? ഉമർ മേടിച്ച സീറ്റാ റളിയല്ലാഹു തആല. ആ സീറ്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അല്ലാഹു പറയുകയാണ്, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. അല്ലാഹുവിനെ അനുസരിക്കുകയും സൽക്കർമ്മയും ചെയ്യുകയും ചെയ്ത, അവനെ അനുസരിച്ച് ജീവിച്ച അല്ലാഹുവിൻ്റെ ദാസന്മാർക്ക് അല്ലാഹു കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. ഈ കുറേ നാളുകൾ ചുവരെടുത്തിയും ബാനർ പിടിച്ചും ഫ്ലെക്സ് പിടിച്ചും കൂടെ നടന്നും ബക്കറ്റ് പിടിച്ചും കൊട പിടിച്ച് നടന്നു പോയ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതിന് വിജയിച്ചാൽ കിട്ടുന്നത് 5 വർഷത്തെ സീറ്റാണെങ്കിൽ അതെങ്ങാന് സരിതയെ പോലെ ഒരാൾ വന്നാൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും പോകാൻ പറ്റുന്നതാണെങ്കിൽ അല്ലാഹ് പറയുകയാ, മത്സരിക്കാനുണ്ടോ? മത്സരിക്കാനുണ്ടോ? എന്നോട് മത്സരിക്കുന്ന ആളുകൾക്ക്, എൻ്റെ ദീനിൽ മത്സരിക്കുന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കുന്നത് എന്താ? കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിൽ ഞാനൊരു സീറ്റ് കൊടുക്കുകയാ. ആ സീറ്റ് കിട്ടിയാൽ അതിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ. ആ സ്വർഗ്ഗത്തിൽ ഒരു സീറ്റ് കിട്ടിയാൽ ഖാലിദീന ഫീഹാ, അതൊരിക്കലും എല്ലായ്പ്പോഴും നിത്യമായി നിൽക്കുന്നടാ എന്ന് മാത്രമല്ല, ലാ യബ്ഗൂന അൻഹാ ഹിവലാ. ആ സീറ്റ് നിനക്ക് കിട്ടിയാൽ ഒരു പ്രാവശ്യം കിട്ടിയവൻ പിന്നെ അവൻ അവസാനം വരെ മാറിക്കൊടുക്കേണ്ട. ലാ യബ്ഗൂന അൻഹാ ഹിവലാ, അതൊരിക്കലും മാറിക്കൊടുക്കേണ്ട സീറ്റല്ല. യഥാർത്ഥ ബുദ്ധിമാനാരാ? ആ സീറ്റിന് വേണ്ടി മത്സരിക്കുന്നവനല്ലേ, ആ സീറ്റിന് വേണ്ടി മത്സരിക്കേണ്ടവനല്ലേ. വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. യഥാർത്ഥത്തിൽ ചെറുപ്പക്കാരെ അതിനു വേണ്ടിയാണ് മത്സരിക്കേണ്ടത്. ഈ ഭൗതിക ജീവിതത്തിന്റെ ആഡംബരങ്ങളെയും അനാശാസ്യങ്ങളെയും ജീർണതകളെയും അശ്ലീലങ്ങളെയും ആഭാസങ്ങളുടെയും ആവർത്തനമായി ജീവിതത്തിൽ കൊണ്ട് നടക്കുമ്പോ ഉമർ എല്ലാത്തിനോടും വിട പറഞ്ഞു. കള്ളിനോട് വിട, പെണ്ണിനോട് വിട, ലഹരിയോട് വിട, ഈ അസത്യത്തിനോട് വിട, ഈ ഇരുട്ടിനോട് വിട. ഇനി എവിടേക്കാണ് ഞാൻ പോകേണ്ടത്? അത് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്കാ. ഞാൻ വരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ട ഷാഫി മന്നാനി പറഞ്ഞല്ലോ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. പോരാ, താജ്ദാറെ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ, ഇന്നലെ പാതിരാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഞാനൊരു മാളിക കണ്ടു, സ്വർഗത്തിലൊരു മാളിക. ആ മാളിക മുഴുവനും ഒറ്റമുത്തിനാലുള്ള മാളിക. ആ മാളികയുടെ മുൻഭാഗത്തൊരാളുടെ പേരെഴുതിയിരിക്കുകയാ. സഹാബത്ത് ചോദിച്ചു, നബിയേ അതാരുടെ പേരാണെന്നറിയാ? എന്റെ പേരാണോ? അല്ലാഹുവിന്റെ റസൂൽ ഇന്നലെ കണ്ട സ്വപ്നത്തിൽ കണ്ട മാളികയുടെ മുകളിൽ എഴുതിയിരിക്കുന്നതെന്നറിയാൻ സഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ ഇരിക്കവേ ഹബീബായ മുത്ത് വിരൽ ചൂണ്ടിയത് ആരുടെ നേർക്കാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മറേ നളർത്തു ഇലാ ബാബിൽ ജന്നത്തി മക്തൂബൻ ബിസ്മി ഉമറ. സ്വർഗത്തിന്റെ ഒരു വലിയ കവാടത്തിന്റെ മുമ്പിൽ നിന്റെ പേരെഴുതിയിരിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടെന്ന് ആരാ പറയുന്നടാരാ? ഈ മണ്ണിന്റെ മുകളിൽ ജീവിച്ചിരിക്കുമ്പോ നാളെ സ്വർഗത്തിന്റെ വാതിലിന്റെ മുമ്പിൽ പേരെഴുതി വെക്കാൻ കഴിഞ്ഞു പോയാ പെങ്ങളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, മരിച്ചതിന് ശേഷമുള്ള സ്വർഗമല്ല, ഹിസാബിന് ശേഷമുള്ള സ്വർഗമല്ല, സിറാത്തിന് ശേഷമുള്ള സ്വർഗമല്ല, പരസ്പരം വേർതിരിച്ചതിന് ശേഷമുള്ള സ്വർഗമല്ല, മക്കയുടെ മണൽത്തരിയുടെ മുമ്പിൽ ജീവനോടെ ജീവിച്ചിരിക്കുമ്പോ, പച്ച മനുഷ്യനായി ജീവിച്ചിരിക്കുമ്പോ, ഇതേവരെ അസത്യത്തിന്റെ ലാഞ്ചന പൊൻചമ്പകപ്പൂ തേനിതൾ അതരങ്ങളിൽ നിന്ന് നിർഗളിച്ചിട്ടില്ലാത്ത, ഇതേവരെ കള്ളം പറയാത്ത ആമിനയുടെ മുത്ത് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വർഗത്തിന്റെ വാതിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട് മറേ. ചെറുപ്പക്കാരാ, ഈ ശാന്തിഗിരിയുടെ പ്രാന്തപ്രദേശത്ത് പോത്തങ്കോട് വെയ്ത്തിശെട്ടിന്റെ മുകളിൽ ചുമന്നാക്ഷരത്തിലോ പച്ചാക്ഷരത്തിലോ വെള്ളാക്ഷരത്തിലോ നിന്റെ പേരെഴുതി വെച്ചിട്ട് എന്ത് കാര്യമാവുള്ളത്? ആരാണ്ടോ ചൂണ്ടിക്കാണിച്ചവന്റെ പള്ളയിലേക്ക് പിച്ചാത്തി പിടി കുത്തിക്കയറ്റിയിട്ട് നിരപരാധിയുടെ കുടൽമാല വെളിയിലേക്ക് ഇട്ടിട്ട് അവസാനം അവന്റെ ആളുകൾ പതിയിരുന്നിട്ട് നിന്റെ കഴുത്ത് വെട്ടിയെറിയുമ്പോ, നിന്റെ വീടിന്റെ മുമ്പിലോ നിന്റെ നാടിന്റെ മുമ്പിലോ വെയ്ത്തിശെട്ടിന്റെ മുമ്പിൽ നിന്റെ പേരെഴുതി വെച്ചിട്ട് എന്ത് കിട്ടിയടാ പൊന്നുമോനെ? നിന്റെ ഉമ്മയ്ക്ക് മകൻ നഷ്ടപ്പെട്ടെന്നല്ലാട്, നിന്റെ ഭാര്യക്ക് ഭർത്താവ് നഷ്ടപ്പെട്ടെന്നല്ലാട്, നിന്റെ മക്കൾക്ക് അവരുടെ ഉപ്പയുടെ ചുടുചുമ്മനം നഷ്ടപ്പെട്ടെന്നല്ലാട്, നാളെ അതിന്റെ പേരില് നായ മൂത്രമൊഴിക്കുന്ന വെയ്ത്തിശെട്ടിന്റെ മുമ്പിലോ പട്ടി കാട്ടിക്കുന്ന മണ്ഡപത്തിന്റെ താഴ്ഭാഗത്തോ നിന്റെ പേരിൽ 4 സിമന്റ് കട്ട വെച്ചത് കൊണ്ട് നിനക്കൊന്നും കിട്ടില്ല ചെറുപ്പക്കാരാ. എത്രയോ സ്മാരക മന്ദിരങ്ങൾ കാണാറുണ്ട്, എത്രയോ വെയ്ത്തിശെട്ട് കാണാറുണ്ട്. അതിന്റെയൊക്കെ അർത്ഥം അവനേതോ പിച്ചാത്തിപ്പിടിയിൽ പുകഞ്ഞു പോയെന്നാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഈ ജീവിതം കൊണ്ട് ചെയ്യാൻ കഴിയേണ്ടത് എന്താ? ഇവിടെ ജീവിച്ചിരിക്കുമ്പോ, മണ്ണിന്റെ മുകളിൽ ജീവിച്ചിരിക്കുമ്പോ, മരിച്ചതിന് ശേഷമല്ല, പടച്ചറപ്പിന്റെ സ്വർഗത്തിന്റെ വാതിലിന്റെ മുമ്പിൽ അവനവന്റെ പേരെഴുതി വെക്കാൻ കഴിഞ്ഞാൽ, ചെറുപ്പക്കാരാ, ഇല്ല തിരിച്ചിനി കിട്ടില്ലൊരിക്കലും, മുല്ലതൻ പൂ പോൽ ചിരിക്കും ഈ യൗവനം. ഈ മുല്ലമൊട്ട് പോലെ ചിരിക്കുന്ന യൗവനമിന് തിരിച്ചു കിട്ടില്ല. ഇവിടത്തെ വെയ്ത്തിശെട്ടിന്റെ പേരിനല്ല, അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ മുകളിൽ എന്റെ പേരെഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പിക്കാൻ നമ്മുടെ ജീവിതത്തിന് കഴിയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറ. ഞാൻ ഇത്ര ഉഷാറായിട്ട് വാളു പറഞ്ഞിട്ട് ആമീൻ പറഞ്ഞ ഞാൻ നിർത്തിയിട്ട് പോയി എൻ്റെ ജോലിക്ക്. എനിക്കിപ്പോൾ ഇത് വലിയ തീവണ്ടി ഓടിക്കണ കേസൊന്നും അല്ല. ഇത് കിട്ടിയ ഒരു സമയം, വല്ലപ്പോഴൊക്കെ ഇപ്പം ഇങ്ങനെയൊക്കെ ഒരു സമയം കിട്ടുക. നേരത്തെ ഒക്കെ എപ്പോഴും ഉണ്ട്. ഇപ്പോൾ വല്ലപ്പോഴൊക്കെയാണ് തിരുവനന്തപുരം നമ്മുടെ നാട്ടിൽ നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടാൻ പറ്റുക. ആ സമയത്ത് കിട്ടിയ സമയം പാഴാക്കണ്ടെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ ഇല്ലൻ്റെ മുകളിൽ സ്റ്റാമ്പ് ഒട്ടിച്ചമാര് ഒരുമാതിരി ഈ ഫ്രീസറിൽ വെച്ച് ബ്ലോക്ക് ഓടിയിരിക്കണമായിരുന്നു. ഒരാമീനെങ്കിലും പറയണ്ടേ? സ്വർഗത്തിൻ്റെ മുകളിൽ പേരെഴുതണമെങ്കിൽ ആമീൻ കൊണ്ടേ കഴിയൂ, വേറൊന്നും കൊണ്ട് കഴിയൂല. വെയ്ത്തിശെട്ടിൻ്റെ മുകളിൽ ഒരു രാഷ്ട്രീയക്കാർക്കോ ഒരാൾക്കും എന്നോട് സങ്കടം തോന്നരുത്, എന്നോട് പ്രയാസവും തോന്നരുത്. ആ എഴുതിയത് പടച്ചറപ്പിൻ്റെ ദീനിനു വേണ്ടിയാണെങ്കിൽ നാളെ നീ സ്വർഗത്തിലെ പറവകളെ പോലെ പച്ചക്കുപ്പയുടെ മുമ്പിൽ ചുറ്റിക്കളിക്കും. നിന്റെ പേര് നാട്ടുകാർ ഓർത്തു എപ്പോ? നീ മരിച്ചത് അള്ളാന്റെ ദീനിനു വേണ്ടിയാണെങ്കിൽ നീ നാളെ പച്ചക്കുബ്ബയുടെ കീഴിൽ ചുറ്റിപ്പറക്കുന്ന സ്വർഗത്തിലെ പറവകളെ പോലെയാ. അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താ നേടിയത്? ഊരിൻ്റെ വിരിമാറിൽ ഞങ്ങളുടെ നേതാവുണ്ടെങ്കിൽ ഇക്കൊടിയാണ് കട്ടായം, പകരം ഞങ്ങൾ ചോദിക്കുമെന്ന് പറഞ്ഞ് ആ പകരത്തിൻ്റെ കണക്കെടുപ്പിലാണ് കുടൽമാല വെളിയിലേക്ക് വന്നത്. ഒന്നും നേടാനില്ല. പക്ഷേ ഈ ഭൂമിയിലിരിക്കുമ്പോൾ അതാണ് മഹാൻ. മഹാനാരാ? മഹാനാരാ? മഹാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം മഹാന്മാർക്ക് ഒരു കുഴപ്പമില്ല.
ക്ഷാമവയില്ല, എല്ലാവരും മഹാന്മാരാ. അവരവർ തന്നെ പറയുക, അവരവർ തന്നെ അവനവനെ മഹാനാക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുക. മഹാന്മാർ ഒരാൾ പ്രസംഗിക്കുക, ഞാൻ ഇത്രയും വലിയ മഹാനാകുമെന്ന് ഞാൻ തന്നെ കരുതിയിരുന്നില്ല. അങ്ങനെ മഹാനാക്കുകയാണ് അവർ. അവനവൻ്റെ ആണ്ട് നേർച്ച അവനവൻ തന്നെ നടത്തുക. എടാ, ഇത് ആരെ ആണ്ട് നേർച്ച? എൻ്റെ ആണ്ട് നേർച്ച. അവനവൻ്റെ ആണ്ട് നേർച്ച അവനവൻ തന്നെ നടത്തുകയാണ്. ആ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. എങ്ങോട്ടായി ആളുകൾ എഴുന്നേറ്റ് പോകുന്നു? അവിടെ എന്തോ വല്ല ആക്സിഡൻറ്റോ എന്തെങ്കിലും ആയിരിക്കും. അവിടെ ഒന്നുമില്ല, ആരും ഓടണ്ട, എല്ലാവരും അവിടെ തന്നെ ഇരിക്കുന്നു. എങ്ങോട്ട് പോകാനാ? എവിടേക്ക് പോകാനാ? അവിടെ ഇരി. അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടം അതങ്ങോട്ട് കഴിഞ്ഞ് പൊക്കോളൂ. വല്ല ആക്സിഡൻറ്റ് എന്തെങ്കിലും ആയിരിക്കും. റോഡ് സൈഡല്ലേ. ഞാൻ ആദ്യം പറഞ്ഞില്ല, ഇപ്പം മനസ്സിലായ ഞാൻ മഹാനാന്ന്. ഞാൻ പറഞ്ഞില്ലേ. അപ്പം എന്താണെന്നറിയോ, അവനവനെ തന്നെ നമ്മൾ പറയരുത്. ഇപ്പം ഇവിടെ ആരോ അനൗൺസ്മെൻ്റ് ചെയ്തപ്പോൾ പറഞ്ഞു, അഹമ്മദ് കബീർ വാക്കവി സൂഫി ചക്രവാളത്തിലെ സൂര്യ തേജസ് എന്ന്. അങ്ങനെയൊന്നും പറയരുത്. അതൊക്കെ അള്ളാഹുവിൻ്റെ വലിയ ആരിഫ്യങ്ങളും വലിയ ഔലിയാക്കളും അവർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ്. ആ പദമൊന്നും അഹമ്മദ് കബീറിനെ പോലെയുള്ള ആളുകളെ കുറിച്ച് പറയരുത്. കുട്ടികളൊരാവേശത്തിൽ, ഈ കുട്ടികൾ ഭയങ്കര കുട്ടികളെ, എന്നെ പ്രസംഗത്തിന് ബുക്ക് ചെയ്തിട്ട് എൻ്റെ വീടിൻ്റെ മതിൽ വാൾ പോസ്റ്റ് ഒട്ടിച്ച ആളുകളവന്മാർ. ഞാൻ ഒരു ദിവസം രാവിലെ കോഴിക്കോട് നിന്ന് വാദം കഴിഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഞാൻ പുതിയതായിട്ട് പണിത വീടിനെ നല്ല പെയിൻ്റ് അടിച്ചിട്ട് ഒരാഴ്ച ആയില്ല. അതിന് മുമ്പ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ തന്നെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കിയപ്പോൾ സിറാജുൽ ഹുദ യൂത്ത് ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിൽ അഹമ്മദ് കബീർ വാക്കവി പോത്തങ്കോട് പ്രസംഗിക്കുന്നത് എൻ്റെ വീടിൻ്റെ ചുമരിൽ വാൾ പോസ്റ്റ് ഒട്ടിച്ച മഹാന്മാരാണ് ഇവർ. അതോർത്തിട്ട് ഞാൻ വരുമ്പോഴാണ് കയറി വരുമ്പോൾ എന്താ ഇവിടെ നിന്ന് പോകാം, എന്താ ഡ്രാക്കുള പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചേ പറയാവുള്ളൂ. അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോൾ വല്ലാതെ അങ്ങോട്ട് പൊക്കിക്കളയരുത്. സൂഫി ചക്രവാളത്തിലെ സൂര്യ തേജസ് എന്നൊക്കെ പറയുമ്പോൾ ഇത്രയൊന്നും വേണ്ട. അഹമ്മദ് കബീർ വാക്കവി പ്രസംഗിക്കുന്നു, അത്രയൊക്കെ മതി. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ആയിട്ടില്ല. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നല്ല ഒരു സദസ്സായിരുന്നു, അതിനെ കുളവാക്കി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈമാനൊക്കെ. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അപകടത്തിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രയാസത്തിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.